എന്താ കയ്യിൽ എന്താ അത് പറഞ്ഞേ? പേര് പറഞ്ഞേ, ഇതിന്റെ പേര് പറഞ്ഞേ. പേര് പറയേ. പാവയ്ക്ക. പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ പറഞ്ഞേ. നമുക്കിന്ന് പാവയ്ക്ക വെച്ച് ഒരു അടിപൊളി ടേസ്റ്റിൽ കയ്പില്ലാത്തൊരു ഉപ്പേരി ഉണ്ടാക്കിയല്ലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 ഭാഗം സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട, ഒരു പാകത്തിന് ഒരു ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് പാവയ്ക്ക അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറിയ ജീരകമാണ്. അതും ചെറിയൊരു അളവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഞാനതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നുകൂടെ ഒന്ന് സെറ്റായി വരാനുണ്ട്. ഇനി അത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് അതിന്. കയ്പ്പുണ്ട്, കയ്പ്പില്ല എന്നല്ല, പക്ഷേ കയ്പ്പ് കുറവുള്ളൊരു കയ്പ്പയ്ക്ക് ഉപ്പേരിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.